ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന. IPLലെ ഓരോ ടീമുകളും തങ്ങളുടെ ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. 7 ടീമുകൾക്ക് ഇപ്പോൾ ക്യാപ്റ്റന്മാരായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഋഷഭ് പന്തിനെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ലക്നൗ സൂപ്പർ ജയൻസ് പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുൻപ് പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യരെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. RCBയുടെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നമുക്കറിയാം ഡുപ്ലസി ആയിരുന്നു ഇതുവരെ അവരെ നയിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല. മെഗാ ഓപ്ഷനിൽ ഒരുപാട് താരങ്ങളെ RCB സ്വന്തമാക്കിയിട്ടുണ്ട്. 3 താരങ്ങളെ മാത്രമായിരുന്നു അവർ നിലനിർത്തിയിരുന്നത്. വിരാട് കോഹ്ലി, രജത് പത്തിദാർ, അതുപോലെ തന്നെ യശ് ദയാൽ എന്നിവരെയായിരുന്നു RCB നിലനിർത്തിയിരുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ അത് വിരാട് കോഹ്ലിയുടേതും അതുപോലെ തന്നെ രജത് പത്തിദാറിൻ്റെതുമാണ്. ഏതായാലും മുൻ RCB താരമായിരുന്ന AB ഡിവില്ലിയേഴ്സ് ഇക്കാര്യത്തിലുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻ ആക്കുന്നതാണ് ഇപ്പോൾ നല്ലത്, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ABD പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: RCBയുടെ ക്യാപ്റ്റൻ ആവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് വിരാട് കോഹ്ലി തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്നത്തെക്കാളും കൂടുതൽ മോട്ടിവേറ്റഡ് ആണ് അദ്ദേഹം ഇപ്പോഴും മികച്ച രൂപത്തിൽ കളിക്കാനും റൺസുകൾ നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹം എത്രയോ മത്സരങ്ങൾ വിജയിപ്പിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. നിലവിൽ അദ്ദേഹമാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. ഇതാണ് ABD ആ ഒരു യൂട്യൂബ് ചാനലിലെ ലൈവിൽ വന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിരാട് കോഹ്ലിയാണോ അതോ രജത് പത്തിദാർ ആകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ രജത് പത്തിദാറിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നറുക്ക് വീണേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.